സിവിൽ സർവീസ് മേഖലയിലേക്ക് ആളുകൾ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ, കൂടുതൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അഡ്മിനിസ്ട്രേഷൻ മേഖലയിൽ സ്കിൽഡ് ആവുക എന്നുള്ളത് അതൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വളർച്ചയിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒന്നാണ്. പൗരബോധം എന്നുള്ളത് അത് സിവിൽ സർവീസിലൂടെ നമുക്ക് കൂടുതൽ അത് വ്യാപകമാക്കുവാൻ സാധിക്കുന്നത്. കേവലം എഡ്യൂക്കേഷൻ എന്നതിലപ്പുറത്ത് സിവിൽ സർവീസ്, ഉമേഷ് അവർക്ക് അവിടെ ഇരിക്കുന്നുണ്ട്. സിവിൽ സർവീസ് ലക്ഷ്യം വയ്ക്കുന്നത് എന്താണ്? അത് രാഷ്ട്ര സേവനം എന്നപോലെ തന്നെ രാഷ്ട്രത്തെ മീഡിയേറ്റ് ചെയ്യുക എന്നുള്ളത് കൂടിയാണ്. സിവിൽ സർവീസിലൂടെയാണ് നമ്മുടെ ഭരണപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും സാധാരണ ജനങ്ങളിലേക്ക് നമുക്ക് എത്തിക്കുവാൻ സാധിക്കും. ലെജിസ്ലേറ്റർ, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ അഫയേഴ്സ്, പൊളിറ്റിക്കൽ പവർ, ഇത് ഭരണത്തിൻ്റെ ആ ഒരു മുൻപന്തിയിൽ നിൽക്കുന്ന മേഖലകളാണ്. പക്ഷെ അവയുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും നടപ്പാക്കേണ്ടത് അത് സിവിൽ സർവീസിലൂടെയാണല്ലോ ജനങ്ങൾക്ക് അത് ലഭിക്കുന്നത്. അപ്പോൾ ഏറ്റവും ജനങ്ങളോട് അടുത്ത് നിൽക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു മേഖലയാണ് സിവിൽ സർവീസ്. ഗവൺമെൻറ്റിൻ്റെ നയങ്ങളും അതുപോലെ തന്നെ ഗവൺമെൻറ്റിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും രൂപീകരിക്കപ്പെടുന്നത് സിവിൽ സർവീസിലൂടെയാണ്. പാർലമെൻറ്റിലും നിയമസഭകൾക്കൊക്കെ നിയമം പാസ്സാക്കാൻ സാധിക്കും. അത് എത്രമാത്രം ജനകീയമാണ്, അതുപോലെ തന്നെ അത് എത്രമാത്രം വിമർശന വിധേയമാണ് എന്നത് അവിടെയാണ് സിവിൽ സർവീസ് ചർച്ച ചെയ്യുന്നത്. ഒരുപക്ഷെ ഭരണാധികാരികളെക്കാളും കൂടുതൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന സിവിൽ സർവീസ് മേധാവികളുണ്ട്, പൊളിറ്റിക്കൽ നേതാക്കളെക്കാളും. പല ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയും. ഞാൻ പേരൊന്നും പറയുന്നില്ല. പല നല്ല കലക്ടർമാരൊക്കെ ഉണ്ട്. ആ കലക്ടർമാരൊക്കെ എപ്പോഴും ജനങ്ങളോട് ഒട്ടി നിൽക്കാൻ ശ്രമിക്കുമ്പോൾ ജനങ്ങൾ അതേറെ ഇഷ്ടപ്പെടുന്നവരുമാണ്. ഉദ്യോഗസ്ഥന്മാർ ഭംഗിയായി പ്രവർത്തിക്കുമ്പോൾ ജനങ്ങൾ അവരെ ഏറെ ഇഷ്ടപ്പെടുകയും അപ്പോഴാണ് ജനങ്ങൾക്ക് ഗവൺമെൻറ്റിൽ പ്രതീക്ഷ ഉണ്ടാവുക. പൊളിറ്റിക്കൽ നേതൃത്വം എത്ര ശക്തമായിരുന്നാലും ഭരണകൂടത്തെക്കുറിച്ച് ജനങ്ങൾക്കുള്ള പ്രതീക്ഷകൾ അത് സിവിൽ സർവീസിലൂടെയാണ് നടപ്പാക്കുന്നത്. എല്ലാ കാലത്തും ഭരണത്തെക്കുറിച്ച് ജനങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടാകണം.